കമ്മ്യൂണിക്കേഷൻ എന്നത് ഓരോ കുട്ടിയുടെയും ആവശ്യമാണ്. കുട്ടികൾ വളരുന്നതനുസരിച്ച് അവരുടെ സംസാരത്തിലും മറ്റ് പല മേഖലകളിലും അവർ പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. എന്നാൽ കുട്ടികളുടെ ഈ ഒരു വളർച്ചയിൽ പാരൻസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒത്തിരി തെറ്റിദ്ധാരണകളും ഉണ്ട്. ഹായ്, എൻ്റെ പേര് ഷെരൻ. ഞാൻ ആൽഫ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. മിക്കപ്പോഴും ഒരു സ്പീച്ച് ഡിലേ ആയിട്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളൊരു ഡീറ്റെയിൽഡ് അസസ്മെൻറ്റിലൂടെയാണ് തെറപ്പി സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാറ്. ഈ ഒരു അസസ്മെൻറ്റ് ടൈമിൽ പാരൻസ് നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ഡൗട്ട്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, എൻ്റെ കുട്ടിയുടെ അച്ഛൻ വളരെ ലേറ്റ് ആയിട്ടാണ് സംസാരിച്ച് തുടങ്ങിയത്, പക്ഷേ ഇപ്പം നോർമലായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു 4 വയസ്സാകുന്നത് വരെ ഞങ്ങളും വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ 4 വയസ്സിന് ശേഷം അച്ഛനെ പോലെ തന്നെ കുട്ടി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യില്ലേ എന്നുള്ളതല്ല. യാഥാർത്ഥ്യത്തിൽ കുട്ടികളുടെ സംസാരത്തിലുള്ള ഡിലേ ഒരു 3 മാസം അല്ലെങ്കിൽ 3 മാസത്തിന് താഴെയാണെങ്കിൽ പാരൻസിന് നമ്മൾ കൊടുക്കുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് പാരന്റൽ ട്രെയിനിങ് വഴി കുട്ടികൾ പലപ്പോഴും ആ ലാംഗ്വേജ് ക്യാച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്നാൽ എല്ലാ കുട്ടികളിലും അങ്ങനെയല്ല. പല കുട്ടികളുടെയും ഡെവലപ്മെൻറ്റും അവരുടെ സ്കില്ലും അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ വന്ന് കാണാറുണ്ട്. എന്നാൽ 3 മാസത്തിൽ കൂടുതലാണ് കുട്ടി ഫേസ് ചെയ്യുന്ന ഡിലേ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് തെറപ്പി സെഷൻസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കുട്ടിയുടെ അച്ഛൻ സംസാരിച്ചതുപോലെ തന്നെ എൻ്റെ കുട്ടിയും തനിയെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യില്ല എന്ന് ചോദിച്ചാൽ രണ്ടും 2 ജനറേഷൻസ് ആണ്. പണ്ട് നോക്കുകയാണെങ്കിൽ കൂടുതലും നമുക്ക് ജോയിൻറ്റ് ഫാമിലീസ് ആയിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ അതെല്ലാം ന്യൂക്ലിയർ ഫാമിലീസ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കിട്ടുന്ന ഇൻട്രാക്ഷൻസ് കുറവാണ്. പലപ്പോഴും വീട്ടിലെ പാരൻസ് വർക്കിംഗ് ആകുമ്പോൾ കുട്ടികളെ മെയ്ഡിൻ്റെ അടുത്താക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണാറുള്ളത്. ഇതിനെല്ലാം പുറമെ TV, മൊബൈൽ, കാർട്ടൂൺ എന്നിവയിലൊക്കെ കുട്ടികൾ ഒത്തിരി ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ അവർ തനിയെ ലാംഗ്വേജ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ തനിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ നിങ്ങൾ ഈ ഒരു ഡിലേ നോട്ട് ചെയ്യുന്നു അപ്പോൾ തന്നെ കുട്ടികളെ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യവുമാണ്.